അസ്സലാമലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. പെറ്റ്യൂണിയുടെ കമ്പ് ഇങ്ങനെ വെച്ചിട്ടും പിടിച്ച് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വിശദമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ട്. എന്നാലും കരുതി ജസ്റ്റ് എന്തായാലും ഒരു വീഡിയോ കൂടി ചെയ്തിരിക്കട്ടെ എന്ന്. എത്ര കണ്ടാലും ചിലർക്ക് അതങ്ങോട്ട് മനസ്സിലാവാറില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കുണ്ടല്ലോ ഈ ഒരു മെത്തേഡ് അല്ലാണ്ട് വേറെ ഒരു രീതിയിലും പെറ്റൂണിയെ വെച്ചിട്ട് എനിക്ക് പിടിച്ചിട്ടാറില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യാണ്, വേറെ പല ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല. ഇതേപോലെ ചെയ്യുമ്പോൾ എങ്ങനെ എപ്പോഴും വെച്ചാലും എനിക്ക് പിടിച്ചിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേറെ രീതിയിലേക്കൊന്നും പരീക്ഷിക്കാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കണതെന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കട്ടിങ്സ് ഉണ്ടല്ലോ, അതൊരിക്കലും എടുക്കരുത് കേട്ടോ. അങ്ങനത്തെ കമ്പ് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും എനിക്ക് പിടിച്ച് കിട്ടാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും കട്ട് ചെയ്യണ കമ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തളിർപ്പ് വരുന്ന പുതിയ തളിർപ്പ് വരുന്ന കട്ടിങ്സുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചൊരു വണ്ണവും ഇലയ്ക്കൊക്കെ കുറച്ചും കൂടി വലിപ്പമൊക്കെ ഉള്ള കട്ടിങ്സ്, അതുപോലെ തന്നെ ഒരുപാട് വലിയ കട്ടിങ്സ് ഒരിക്കലും എടുക്കരുത് കേട്ടോ. അതുകൊണ്ടൊക്കെ ഒരുപാട് അങ്ങനെ പിടിച്ച് കിട്ടാണ്ടിരിക്കാറുന്ന കാരണമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചെറിയ കട്ടിങ്സ് നമ്മളെ കുഞ്ഞു വിരലിൻ്റെ, അതായത് നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ, ഞാൻ 2 കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വണ്ണവും ഇതൊക്കെ ഉള്ള കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ട്രൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടാവുമല്ലോ, അതായത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാം, ഇതിങ്ങനെ ഒരു എന്താ പറയുക ചതഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്, നമുക്ക് കത്രികയൊക്കെ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് നല്ലൊരു മൂർച്ചയുള്ള ബ്ലേഡ് വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ പോട്ടി മിക്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറ് മണൽ അല്ലെങ്കിൽ എം സാൻഡ് കേട്ടോ. അപ്പോൾ മണൽ എനിക്ക് കിട്ടാനില്ല, അപ്പോൾ അതുകൊണ്ട് എം സാൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എം സാൻഡ് എപ്പോൾ എടുക്കുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നല്ലതാണ്, പക്ഷേ ഒരുപാട് തവണ നല്ലതുപോലെ കഴുകി അതിൻ്റെ ആ ഒരു പൊടി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഏത് ചെടിയും നമുക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഇതിലൊരു തരം പൊടികളുണ്ടാവും, അപ്പോൾ അതോടുകൂടിയിട്ട് ആ ചെടി കുത്തി വെച്ച് കഴിഞ്ഞാൽ ആ ചെടി പോകും. അപ്പോൾ എം സാൻഡ് നല്ലതാണ്, പക്ഷേ നല്ലതൊരു ഇതിൻ്റെ എന്താ പറയുക കളറ് തെളിയുന്നത് വരെ നല്ലതുപോലെ കഴുകി പിന്നെ അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കട്ടിങ്സൊക്കെ കുഴിച്ച് വെക്കും, അതുപോലെ ചെറിയ പോട്ടുകളിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ പിന്നെ അത് മാറ്റി നടുമ്പോഴാവും മിക്ക ചെടികളും കേടായി പോണത്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഏത് ചട്ടിയിലാണോ പെറ്റൂണിയ നടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു ചട്ടിയിൽ ഇതേപോലെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് വെച്ചിട്ട്, കുറച്ചധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പോട്ടി മിക്സ് നമ്മൾ ഒരുപാടൊന്നും ഇടുന്നില്ലല്ലോ, അതുതന്നെയല്ല വെയിറ്റൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കരിയില നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, കരിയിലിട്ടൊക്കെ എടുത്തിട്ട് കുറച്ച് എം സാൻഡ്, വേറെ ഒരു വളവും ചേർക്കരുത് കേട്ടോ. പെറ്റൂണിയ നടുന്ന സമയത്ത് മണൽ അല്ലെങ്കിൽ എം സാൻഡ് മാത്രം എടുക്കുക, വേറെ ഒന്നും ചകിരിച്ചോറും ചേർത്തിട്ടില്ല, അതുപോലെ ഒരു വളങ്ങളും ചേർക്കരുത് കേട്ടോ. പിന്നത്തെ തെറ്റ് വരുന്നത് സംഭവം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതുപോലെ ഹോൾ ഇടുന്ന സമയത്ത് ഈ കട്ടിങ്സ് എന്താ പറയുക, ഇതുപോലെ കൈ വെച്ച് ഹോൾ വെക്കാണ്ട് കമ്പ് നേരിട്ടിട്ട് കുത്തി ഇറക്കാറുണ്ട് ചില ആൾക്കാർ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, കാരണം ഇതിൻ്റെ കമ്പ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയതായിട്ടൊരു ചതവ് തന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കേടായി അഴുകിപ്പോവും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലൊരു വിരലൊക്കെ നമ്മൾ കയ്യോ അല്ലെങ്കിൽ ഒരു കമ്പോ വെച്ചിട്ട് ഹോളാക്കി വെച്ചാൽ മതി. പിന്നെ ഇത് വെക്കണ ഒരു ഏരിയ എന്ന് പറയുന്നത്, എവിടെയാണോ നിങ്ങളിത് എന്താ പറയുക ഷെയ്ഡിലാണോ വെക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ വെക്കുക. പിന്നെ അത് സ്ഥലം മാറ്റാതിരിക്കുക കേട്ടോ. സ്ഥലം മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒഴുത്തിൽ വെച്ച് പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം ഇതിനൊരു അനക്കം വന്നു കഴിഞ്ഞാൽ ചെടി അങ്ങനെ തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക.